ഹലോ ഗൈസ്, എന്തിന്റെ സുഖല്ലേ? ഇതൊരു ബർത്ത്ഡേ വ്ളോഗാണ്. ഞങ്ങൾ പൊതുവെ ബർത്ത്ഡേ ആഘോഷിക്കലൊന്നുമില്ല. പക്ഷെ ഞാൻ വേറെടുത്ത് ഇപ്പം അപ്പൂസും വേറെടുത്തോളം കുസാറ്റിലാണ്, ഞാൻ മംഗലാപുരത്താണ്. അപ്പം അങ്ങനെ നമ്മള് അച്ഛൻ, അമ്മ, ഞാൻ, അപ്പൂസ് ഇങ്ങനെ ഒന്നിച്ചുണ്ടാവില്ല. നമ്മൾ 4 പേരും ഒന്നിച്ചുണ്ടായിട്ട് റീസെന്റ് ആയിട്ട് വന്ന ഒരു ആഘോഷമാണ് ഓളെ ബർത്ത്ഡേ. അതുകൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ജൂൺ 7 ഓളെ മലയാള ദിവസവും മലയാള മാസവും ജൂൺ 8 ഓളെ ഇംഗ്ലീഷ് ഡേറ്റും. അപ്പൊ രണ്ടും അടുപ്പിച്ച് വരുന്നതോടും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതെല്ലാ കൊല്ലം നടക്കുന്ന ഒരു ഇതല്ല, ഈ ആണ്ടിലും സംക്രാന്തിക്കെല്ലാം നടക്കുന്ന ഒരു സാധനം. ബർത്ത്ഡേ സെലിബ്രേഷന്റെ പ്രിപ്പറേഷൻ കുറച്ച് വീഡിയോസ് ക്ലിപ്സ് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല കോമഡിയാണ്. അതാദ്യം നിങ്ങൾ കണ്ടിട്ട് എന്നിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ഒക്കേഷൻ വരുമ്പോന്ന് വീട്ടിലൊരു ശുദ്ധികലശം നടക്കല്. മീ ഇൻ ദ റോൾ ഓഫ് വേലക്കാരി ജാനു. പാവം ഞാൻ. അത് ഞാൻ കണക്കാക്കണം. കാരണം നാളെ ജൂൺ 7 മലയാള ദിവസമാണ്. നമ്മളെ രണ്ടാളും അന്യോന്യം ബർത്ത്ഡേസ് എന്ന ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലേ. ഞാനൊരു 8 പഠിക്കുമ്പോ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാ ഗിഫ്റ്റും പാക്ക് ചെയ്ത്. അപ്പം ഈ ഒരു ഏരിയ ആണ് നമ്മള് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കീബോർഡ് എടുക്കാൻ പറ്റും. ഈ സാധനം നമ്മൾ പൊട്ടിക്കാൻ പോകും. ഇതിലൂടെ എന്താണെന്ന് നമുക്കറിയാം. 2 ഫോയിൽ കട്ടൻസ്, ഉമ്മറ്റ് വേണ്ട, അത്രക്കും ചെറുപ്പം വേണം. പിന്നെ ഹാപ്പി ബർത്ത്ഡേ, ഇപ്പം ഡെയിലി നോക്കാം. പിന്നെ ടു വീക്സിലിട്ട് വന്നത് 2 വീക്സിലിട്ടിട്ട് കാണിക്കാം. അതുകൊണ്ടാണ് 1 വീക്സിലിട്ടാ രണ്ടെണ്ണം പൊട്ടി. നിങ്ങൾ ചെയ്യണമെന്നാണ് സെറ്റ് വാങ്ങാതിരിക്കുക. സംഭവം 140 രൂപയല്ലോ വെച്ചിട്ട് നിങ്ങൾ പിശുക്കാണ്. ഞാൻ പറഞ്ഞിട്ടാണ്. അതെ, ഇത് സിംഗിളായിട്ട് വാങ്ങുമ്പോൾ 50 ഉറുപ്പയുണ്ട്. ആരും പറയുന്നായിരുന്നു ഫോൺ ഓണാക്കിയാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഡാൻസ് ഹാപ്പി സക്സസ് മറ്റേ അപ്ലോസിന്റെ ഓടിയിടാ. അങ്ങനെ എങ്ങനെയല്ലോ ഇത്ര വരാക്കി. ആദ്യമായിട്ടാ ചെയ്യുന്നത്, അതിന്റെ എല്ലാ കുറവും ഉണ്ടാവും. ഹലോ ഗൈസ്, നമ്മൾ ആദ്യം അമ്പലത്തിൽ പോവുകയാണ്. അങ്ങനെ അമ്പലത്തിലെല്ലാം പോയി പുഷ്പാഞ്ജലിയും വഴിപാടെല്ലാം കഴിപ്പിച്ചിട്ടുണ്ടായി. അതിന്റെ പ്രസാദവും വാങ്ങിയിട്ട് ഇറങ്ങി. കേക്ക് വന്നിട്ടുണ്ട്. കേക്ക് അമ്മേന്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത്, സരിതേച്ചി. നല്ല ജോറ് കേക്കാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അവരാക്കി തന്നിന്. നോ കോംപ്രമൈസ്. ഓവർ മധുരമൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന പോലെ. അങ്ങനെ നമ്മളെ കേക്കും ഗിഫ്റ്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കേക്ക് കുറിക്കാല. ഫസ്റ്റത്തെ ഗിഫ്റ്റ് എന്താണെന്നറിയാം. എനിക്കറിയാം. നിങ്ങൾക്കറിയോന്ന് എനിക്കറിയില്ല. നന്നായി. എനിക്കറിയോന്ന് നിങ്ങൾക്കറിയില്ല. നന്നായി. ഈ കുപ്പായം ഞാൻ കൊടുത്താണ്. എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇത് മാത്രം എന്നാണ് നോക്കറിയാം. എനിക്കറിയാം. കാരണം ഇത് സൈസ് ശരിയാന്ന് പറയാൻ വേണ്ടിട്ട് ഞാനൊക്കെ കൊടുത്തിട്ടുണ്ടായി. വേറൊന്നും ഒക്കെ കൊടുത്തില്ല. അതൊക്കെ കുഴപ്പമില്ല. ഞാൻ കാല് മാറ്റി പിടിച്ചിട്ടുണ്ട്.
ഓ സൂപ്പർ 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 ഗൈസ്. ഇതിലൊരു സാധനം എന്നറിയോ, പേപ്പർ. ഓ സൂപ്പർ സൂപ്പർ. കുട്ടി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്ന് എന്റെ അടങ്ങാത്ത ആഗ്രഹത്തിൽ എനിക്ക് പണിയെടുക്കുന്നത്. ഇതോളെ ഫ്രണ്ട്സിന്റെ ഗിഫ്റ്റ് ആണ് കൈ. ആര് സെലക്ട് ചെയ്തത്? അത് സമയം ഇനി കുറെ മിറർ സെൽഫീസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത് വെച്ചും. സോ ഡു ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ആദ്യം ഒരു ഫോളോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് പറ. അഞ്ജന കുട്ടൽ ജയനാണ്. ഓക്കെ. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ ദി ഗിഫ്റ്റ് ഗൈസ്. ഇതാണ് നമ്മുടെ മെയിൻ ഗിഫ്റ്റ്. ഞാൻ എല്ലാ കൊല്ലവും മാറ്റോണ്ടുള്ളൂ. പക്ഷെ ഒരു കൊല്ലത്തിനുള്ള അത് മോശമാക്കിട്ട് വിട്ടിട്ട് ഇത് ഞാനത് ശരിയാക്കി. ഇത് ഇടാലോ. ഇതിൽ എത്ര സമയം നിങ്ങൾ കുറിച്ച് പറയാം കമന്റ് വിടും. എന്ത് ടൈപ്പാണ് ഗൈസ്? ഇഷ്ടപ്പെട്ടോ? യെസ് ഗൈസ്. എനിക്ക് ഇത്രയും ഗിഫ്റ്റ്സ് ഒന്നും ഇതുവരെ കേട്ടിട്ടില്ല ഗൈസ്. എന്നാ പറയുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിനി. ബാ ചോറുണ്ണാല ഒരു മിനി സദ്യ തന്നെ അമ്മ ഉണ്ടാക്കി വെച്ചിന്. ചോറ്, സാമ്പാർ, അവിയല്, മൊളീഷ്യം, ക്യാബേജ് ഉപ്പേരി, പപ്പടം, കൊണ്ടാട്ടം, അച്ചാറ്, മതി ധാരാളം. പിന്നെ നമുക്ക് ഇങ്ങോട്ടൊരു ചടങ്ങുണ്ട്. അതായത് മലയാള നക്ഷത്ര ദിവസം പിറന്നാളുഞ്ഞീനെ അരി വെച്ചിട്ട് 3 വട്ടം അനുഗ്രഹിക്കും. ഇലയിലെല്ലാം വിളമ്പി വെച്ചിട്ട് അനുഗ്രഹിച്ച് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. പായസം പ്ലസ് പപ്പടം കോംബോ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ വിശേഷം ഇത്രയല്ലോ. അപ്പൊ ശരി, ബൈ ഗായ്സ്.